ഹരി ഓം. സംസ്കൃത ഭാഷാ സഹായിയുടെ ഇന്നത്തെ വിവർത്തന ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ലട്ട്, ലങ്, ലിറിട്ട്, അതായത് പ്രസൻറ്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്, ഇത് മൂന്നും വരുന്ന വിവർത്തനം പഠിച്ചു കഴിഞ്ഞു അല്ലേ. ഇനി നമുക്ക് അടുത്ത വേറൊരു ലകാരമാണ് ലോട്ട് എന്ന ലകാരം. ലോട്ട് ലകാരം പഠിച്ചത് ഇതൊക്കെയാണ്. ഏതാണ്ട് ലട്ട്, ലങ്, ലിറിട്ട് പഠിച്ചു. അടുത്ത ലോട്ടാണ്. ലോട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം എന്തൊക്കെയാണ് ആ ലോട്ടിൽ വരുന്നത്, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് നമ്മൾ അപ്പോൾ ആരെങ്കിലും അനുഗ്രഹിക്കുകയാണ്, ആശീർവാദ രീതിയിൽ പറയുക. ഇത് ക്രിയയല്ലേ വരുന്നത്. അപ്പം ആശീർവാദ രീതിയിൽ പറയുക, പിന്നെ അനുവാദം കൊടുക്കുക, എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ സമ്മതിക്കുക, സമ്മതം നൽകുക, അനുവാദം കൊടുക്കുക, പിന്നെ ഉപദേശ രീതിയിൽ പറയുക, പ്രാർത്ഥനാ രീതിയിൽ പറയുക, ഇങ്ങനെയൊക്കെ വരുന്നതാണ് ലോട്ട് എന്ന ലകാരം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ അതനുസരിച്ചുള്ള ഇപ്പോൾ ഒരു ഉദാഹരണം, ഭൂ എന്നൊരു ധാതു, ഭൂ ധാതുവിൻ്റെ ലട്ട് എങ്ങനെ വന്നു? ഭവതി, ഭവതഃ, ഭവന്തി. ലങ് എങ്ങനെ വന്നു? അഭവത്, അഭവതാം, അഭവൻ. ലിറിട്ട് എങ്ങനെ വന്നു? ഭവിഷ്യതി, ഭവിഷ്യതഃ, ഭവിഷ്യന്തി. ഇതാണ് വന്നത്. ഇങ്ങനെ ഓരോന്നൊരു. അപ്പം നമുക്ക് ഭൂധാതുവിൻ്റെ ലോട്ട് എങ്ങനെ വരും നോക്കാം. ലോട്ട് നോക്കിക്കോളൂ. ലോട്ടാണ്, ഇതാണ് ലോട്ട്. ലോട്ട് പ്രഥമ പുരുഷൻ വരുമ്പം ഭവതു, ഭവതാം, ഭവന്തു, ഭവതു സംഭവിക്കട്ടെ, അങ്ങനെ ആവട്ടെ എന്നൊക്കെയുള്ള അർത്ഥത്തിൽ. മധ്യമപുരുഷം വന്നപ്പോൾ ഭവ, ഭവതം, ഭവത. ഉത്തമപുരുഷം വന്നപ്പോൾ ഭവാനി, ഭവാവ, ഭവാമ. ഈ രീതിയിലാണ് വരുന്നത്. അപ്പം നമുക്ക് ഓരോ ഉദാഹരണമായിട്ട് നമുക്ക് നോക്കാം. ഒന്നാമത്തെ നോക്കിക്കോളൂ. കുട്ടികൾക്കായി ഐശ്വര്യം ഭവിക്കട്ടെ. കുട്ടികൾക്കായി എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഐശ്വര്യം ഭവിക്കട്ടെ. അപ്പോൾ അവിടെ കുട്ടികൾക്കായി എന്ന് പറയാൻ കാരണം എന്താണ്? ചതുർത്ഥി വിഭക്തിയാണ്. ആയിക്കൊണ്ട് കുട്ടികൾക്ക് വേണ്ടി എന്നൊക്കെ അർത്ഥം. അപ്പോൾ കുട്ടികൾക്ക് കുട്ടി എന്നുള്ള ഛാത്ര, കുട്ടികൾക്ക് വേണ്ടി അതിൻ്റെ ചതുർത്ഥി എങ്ങനെ വരും? ഛാത്രായ, ഛാത്രാഭ്യാം, ഛാത്രേഭ്യയാണ്. അപ്പോൾ എന്താണ് അവിടെ ബഹുവചനം വരണ്ടേ? ഛാത്രേഭ്യ, ഛാത്രേഭ്യ. ഇനി ഐശ്വര്യം എന്നുള്ളതിന് കല്യാണം, കല്യാണം. ഇനി അടുത്തതാണ് ക്രിയ വരുന്നത്. എങ്ങനെ ലോട്ട് എങ്ങനെ വരുന്നു എന്ന്. ഭവിക്കട്ടെ, ഭവിക്കട്ടെ എന്ന് പറഞ്ഞാൽ അസ് ധാതുവാണ്. അസ്തിസ്തഹ സന്ധി നിങ്ങൾ ലട്ടിൽ പഠിച്ചു. അപ്പോൾ അതിൻ്റെ എന്ത് പറയണം? എൻ്റെ ലോട്ട് വരുന്നതാണ് ഇതാ നോക്കിക്കോളൂ. പ്രഥമ വന്നപ്പോൾ അസ്തു സ്താം സന്തു, അസ്തു സ്താം സന്തു. അപ്പോൾ ഇവിടെ എങ്ങനെ? ഛാത്രേഭ്യ കല്യാണം, കല്യാണമാണ്. കല്യാണം എന്നുള്ളത് സിംഗുലർ തന്നെ. അപ്പോൾ സിംഗുലർ തന്നെ പറഞ്ഞാൽ മതി. അസ്തു കല്യാണം, അസ്തു കല്യാണം ഭവിക്കട്ടെ അല്ലെങ്കിൽ ഉണ്ടാകട്ടെ എന്നൊക്കെയാണ് അർത്ഥം. കല്യാണം അസ്തു. അപ്പോൾ അങ്ങനെ ഒരു അനുഗ്രഹം കൊടുക്കുകയല്ലേ. അതിപ്പോൾ അനുഗ്രഹ രീതിയിൽ, ആശീർവാദ രീതിയിലാണ് നമ്മൾ ഇത് പറയുന്നത്. അടുത്തത് ദുഷ്ടന്മാർ നശിക്കട്ടെ, സജ്ജനങ്ങൾക്ക് ഐശ്വര്യവും ഉണ്ടാകട്ടെ. അപ്പോൾ ഇവിടെ ദുഷ്ടന്മാർ എന്നുള്ള ദുഷ്ടന്മാർ ബഹുവചനമാണ്. ദുഷ്ടാഹ, ദുഷ്ടാഹ നശിക്കട്ടെ. ദുഷ്ടാഹ എന്നുള്ളത് ബഹുവചനം ആയതുകൊണ്ട് ക്രിയയും ബഹുവചനം തന്നെ പറഞ്ഞു അല്ലേ. നശിക്കട്ടെ, നശിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് വർത്തമാനകാലം എങ്ങനെ വരും? നശ്യതി, നശ്യതഃ, നശ്യന്തി. മനസ്സിലായില്ലേ? പക്ഷെ ലോട്ട് എങ്ങനെ വരും? നശ്യതു, നശ്യതാം, നശ്യന്തു. അപ്പോൾ ഇവിടെ ഏത് വരണം? ബഹുവചനം നശ്യന്തു. ദുഷ്ടാഹ നശ്യന്തു, നശ്യന്തു, നശ്യന്തു. ഇനി സജ്ജനങ്ങൾക്ക് ഐശ്വര്യവും ഉണ്ടാകട്ടെ. സജ്ജനങ്ങൾക്ക് എന്നുള്ളത് ഷഷ്ടി അല്ലേ, അത് ബഹുവചനം വരണം. സജ്ജനാനാം, സജ്ജനാനാം, സജ്ജനാനാം. എന്താണ്? ഐശ്വര്യങ്ങൾ നേരത്തെ വന്ന് കല്യാണം, അതിനു മുമ്പ് കല്യാണവും എന്ന് പറഞ്ഞു. അപ്പോൾ സജ്ജനാനാം ച കല്യാണം, ച കല്യാണം, കല്യാണം. അടുത്ത എന്തോന്നാണ്? ഉണ്ടാകട്ടെ, അത് അനുഗ്രഹിക്കുന്നുണ്ട്. ആവട്ടെ എന്നൊക്കെ പറഞ്ഞാൽ അസുധാതുവാണ് അല്ലേ. അപ്പോൾ അതെങ്ങനെ വരും? അല്ലെങ്കിൽ ഭൂധാതുവും വരാം. അങ്ങനെ ഭവിക്കട്ടെ എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ഇവിടെ കല്യാണം, പിന്നെ
ഇവിടെ കല്യാണം എന്നുള്ളത് എന്താണ്? സിംഗുലറാണ്. അതുകൊണ്ട് അവിടെ എന്ത് ചെയ്യണം? സിംഗുലർ മതി. ഭവതു ഭവതാം ഭവന്തു. കല്യാണം ഭവതു, കല്യാണം ഭവതു, ഇങ്ങനെയാണ് വരുന്നത്. അടുത്തത് ഭാരതീയർ വീരന്മാരായി തീരട്ടെ. ഭാരതീയർ എന്നുള്ളത് ഭാരതീയാഹ, ഭാരതീയാഹ. വീരന്മാർ എന്നുള്ളത് വീരാഹ തന്നെ, വീരാഹ. ഇനി അതും ഇതുപോലെ ആയി തീരട്ടെ എന്ന് പറയുമ്പോഴത്തേക്ക് ഭൂധാതുവാണ്. ഭവതു ഭവതാം ഭവന്തു. പക്ഷെ ഇവിടെ ഭാരതീയാഹ എന്നുള്ളത് ബഹുവചനമാണ്. അപ്പം ഭവതു ഭവതാം ഭവന്തു. ഭാരതീയർ വീരന്മാരായി തീരട്ടെ. എല്ലാം അനുഗ്രഹിക്കുന്ന രീതിയിലല്ലേ പറയുന്നത്. അടുത്ത കന്യകമാർ. കന്യകമാർ വിവാഹ അവസരത്തിൽ നൃത്തം ചെയ്യണം. കന്യകമാർ എന്നുള്ളത് കന്യാഹ, കന്യകാഹ, അല്ലെങ്കിൽ കന്യാഹ എന്നും പറയാം, കന്യകാഹ എന്നും പറയാം, കന്യാഹ എന്നും പറയാം, കന്യാഹ. ഇനി വിവാഹ അവസരത്തിൽ എന്ന് പറയുമ്പോൾ വിവാഹ അവസരത്തിൽ എന്നുള്ളത് സപ്തമിയല്ലേ. വിവാഹ അവസരേ. ഇനി നൃത്തം ചെയ്യണം, ചെയ്തേ പറ്റൂ എന്നുള്ള രീതിയിലാണ് പറഞ്ഞതല്ലേ. അപ്പോൾ ചെയ്യണം, അങ്ങനെ അത് ഒരിതാണ് എന്ന് കാണിക്കുന്നതിന് എന്ത്? നൃത്യതു നൃത്യതാം നൃത്യന്തു ആണ് ലോട്ട്. അപ്പം നൃത്യതു സിംഗുലറാണ്. നൃത്യതു നൃത്യത നൃത്യന്തു, നൃത്യന്തു, ഇങ്ങനെയാണ്. അപ്പോൾ മനസ്സിലായില്ലേ? ഇപ്പോൾ ഭവതു അസ്തു നൃത്യന്തു ഈ രീതിയിൽ വന്നിരിക്കുന്നു. അടുത്ത നോക്കിക്കോളൂ. എൻ്റെ വാക്കുകൾ ശ്രദ്ധയോടെ കേൾക്കൂ. ആരോടാ പറയുന്നത്? എൻ്റെ വാക്കുകൾ കേൾക്കൂ. ആരോട്? ഒരു തേർഡ് പേഴ്സണോടാണോ? അല്ല, നീ കേൾക്കൂ എന്നാണ്. നീ കേൾക്കുന്നത് സെക്കൻഡ് പേഴ്സൺ ആണ് അല്ലേ. നീ കേൾക്കൂ എന്നാണ്. അപ്പോൾ എന്ത് ചെയ്യണം? മധ്യമ പുരുഷനാണ് അവിടെ ക്രിയ വരേണ്ടുന്നത്, മധ്യമ പുരുഷൻ. അപ്പോൾ നോക്കിക്കോളൂ, നമുക്ക് നോക്കാം. എൻ്റെ വാക്കുകൾ, എൻ്റെ എന്ന് പറഞ്ഞാൽ മമ, എൻ്റെ, അത് ഷഷ്ടി ഏകവചനം. മമ വാക്കുകൾ എന്ന് വെച്ചാൽ പിന്നെ വചനാനി, വചനമാണ് വാക്കുകൾ ബഹുവചനം വചനാനി, മമ വചനാനി. ഇനി ശ്രദ്ധയോടെ, ധ്യാനേന എന്നാണ്, തൃതീയാണ്. ധ്യാനത്തോടെ. ശ്രദ്ധ എന്ന് പറഞ്ഞാൽ ധ്യാനം എന്നുള്ള അർത്ഥമാണ്. ധ്യാനേന തൃതീയ, ധ്യാനേന. ഇനി കേൾക്കൂ, അവിടെയാണ് നിങ്ങൾ മധ്യമപുരുഷൻ വരേണ്ടത്. നോക്കൂ, ഇവിടെ ഈ ഭൂധാതുവിൻ്റെ ഞാൻ പറഞ്ഞു ഫസ്റ്റ് ആദ്യം വന്നപ്പോഴത്തേക്ക് ഭവതു ഭവതാം ഭവന്തു പ്രഥമ പുരുഷൻ, മധ്യമപുരുഷൻ ഭവതം ഭവത. അപ്പോൾ ഇവിടെ കേൾക്കൂന്ന് ശൃണുധാതുവാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ശൃണോത് ശൃണുതാം ശൃണ്വന്തു. അപ്പോൾ ഇവിടെ എങ്ങനെ വരും? ശൃണു. അപ്പം ത്വം വരുമ്പം ശൃണു, ത്വം ശൃണു, ശൃണുതം ശൃണുത. അപ്പോൾ ധ്യാനേന ശൃണു, ധ്യാനേന ശൃണു. അടുത്തത് എന്താണ് ചെയ്യുന്നത്? അത് നന്നായി ചെയ്യൂ. എന്താണ് ചെയ്യുന്നത്? എന്താണ് എന്താണെന്നുള്ളതിന് യത്. ചെയ്യുക എന്നുള്ളത് അവിടെ വർത്തമാനകാലം ലട്ട് തന്നെ വേണം. കൃ ധാതുവാണ് അല്ലേ. കൃ ധാതു ആകുമ്പോഴത്തേക്ക് എന്താണ് ചെയ്യുന്നത്? അത് ആരോടാണ് ഇത് പറയുന്നത്? നേരത്തെ പോലെ അല്ല, അത് സെക്കൻഡ് പേഴ്സൺ ആണ്. രണ്ടാമതൊരാളുടെ അടുത്ത് പറയണം, നീ എന്നുള്ള അർത്ഥത്തിൽ. അപ്പം നീ എന്താണ് ചെയ്യുന്നത്? അപ്പം എന്താണ് ചെയ്യുന്നത്? ഏത് കൃ ധാതുവിൻ്റെ മധ്യപുരുഷൻ എങ്ങനെ വരും? അത് വർത്തമാനകാലം തന്നെ വരണം. കരോതി കുരുതഹ കുർവന്തി കരോഷി. ഏത് കരോഷി? ഞാനിവിടെ തൊമ്മെന്ന് എഴുതുന്നില്ല, കാരണം അത് അണ്ടർസ്റ്റുഡാണ്. ഏത് കരോഷി. ഇനി അത്. അപ്പം ഏത് വന്നപ്പോൾ തത് എന്ത് ചെയ്യണം? നന്നായി ചെയ്യൂ എന്ന് പറഞ്ഞാൽ ശോഭനം, നന്നാകുക, ശോഭനം. ഇനി കൃ ധാതുവിൻ്റെ ആണ് ചെയ്യൂ എന്നുള്ള. കൃ ധാതുവിൻ്റെ ലോട്ട് വരണം, ചെയ്യൂ. ഇപ്പം എന്താണ്?
ശൃണു, നമ്മൾ ശൃണു വന്നപ്പോൾ ശൃണു. അതുപോലെ കൃധാതുവിന് കുരു, ചെയ്യൂ. കരോതു, കുരുതാം, കുർവന്തു ആണ് പ്രഥമ. മധ്യപുരുഷം കുരു, കുരുതം, കുരുത. അപ്പം കുരു, കുരു, നന്നായി ചെയ്യും, നന്നായി. അപ്പം കുരു എന്നുള്ള. അടുത്തത് ആചാര്യ, ഞാൻ ചുറ്റിത്തിരിയാനായി പോകട്ടെ. ആചാര്യനെ വിളിച്ച് പറയുകയാണ്. അപ്പം ആചാര്യൻ ആചാര്യൻ തന്നെ, ആചാര്യ ഒരു സംബോധന ചെയ്യുകയാണ്. ആചാര്യ, ആചാര്യ, ഞാനെന്നുള്ളതിന്. അപ്പോൾ അവിടെ ഒരു ചോദ്യരീതിയിലല്ലേ, ചോദ്യരീതി വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണം? കിം വരണം അല്ലേ, പോകട്ടെ. കിം, കിം ഞാനുള്ള അഹം, കിം പ്ലസ് അഹം, കിം അഹം. അല്ല ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഇങ്ങനെ തന്നെ ഞാൻ എഴുതാം. കിം അഹം. ഇനി ചുറ്റിത്തിരിയാനായി എന്നുള്ളത് ഏത് വിഭക്തിയാണ് വരുന്നത്? പിന്നെ ചതുർത്ഥിയല്ലേ, ആയിക്കൊണ്ട് ചതുർത്ഥി. അപ്പോൾ ഭ്രമണായ, ഭ്രമണായ. ഇനി അടുത്തതാണ് ശ്രദ്ധിക്കേണ്ടുന്നത്. അഹം വരുമ്പോൾ, അഹം എന്ന് പറഞ്ഞാൽ ഉത്തമ പുരുഷനാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഉത്തമ പുരുഷന് വന്നാൽ ഭവാനി വന്നു. അപ്പോൾ ഇവിടെ എന്താ വരേണ്ടത്? പോകട്ടെ, പോകുക എന്നുള്ളതിന് ഗമുധാതുവാണ്. ഗമുധാതുവിൻ്റെ ഇത് വരുമ്പം ഗച്ഛത്, ഗച്ഛതാം, ഗച്ഛന്തു, ഗച്ഛ, ഗച്ഛതം, ഗച്ഛത, ഗച്ഛാനി, ഗച്ഛാവ, ഗച്ഛാമ. അപ്പോൾ ഗച്ഛാനി വരണം ഇവിടെ. കിം അയം അഹമല്ലേ, കിം അഹം ഭ്രമണായ ഗച്ഛാനി, പോകട്ടെ. അനുവാദം ചോദിക്കുകയാണ് അല്ലേ അവിടെ. അപ്പോൾ അനുവാദം ആയിട്ട് ഇത് വരുന്നു. അനുവാദമായിട്ടാണ് എന്ത് വരുന്നത്? ഇതിൻ്റെ ഇത് വരുന്നത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ആൻസറായിട്ട് പറയുകയാണ്. ശരി, നീ നദിയുടെ തടത്തിൽ ചുറ്റാനായി പൊയ്ക്കൊള്ളൂ. അവിടെയും നീ തന്നെ വന്നു. ശരി എന്ന് പറയുമ്പം ആം, ആം. നീ ത്വം, ത്വം. നദിയുടെ എന്നുള്ളത് ഷഷ്ടി ഏകവചനമല്ലേ. നദ്യാഹ, നദ്യാഹ, നദ്യാഹ. തടത്തിൽ എന്ന് പറഞ്ഞുള്ളത് സപ്തമി ഏകവചനം. തടം, തടേ, തടേ. ചുറ്റാനായി പൊയ്ക്കൊള്ളൂ. അപ്പോൾ ഇവിടെ തടേ ചുറ്റാനായി എന്നുള്ളത് എന്ത് ആയിക്കൊണ്ട്? ഭ്രമണായ, ഭ്രമണായ, ഭ്രമണായ. ഇനി പൊയ്ക്കൊള്ളൂ അനുവാദം കൊടുക്കുകയാണ് അല്ലേ. അപ്പോൾ പൊയ്ക്കൊ ഗമ ധാതുവിൻ്റെ തൊമ്മാവുമ്പം ഗച്ഛ, ഗച്ഛ. നേരത്തെ കാണിച്ചു തന്നില്ലേ പിന്നെ ഭൂധാതുവിൻ്റെ ഭവ പോലെ ഗച്ഛ, ഗച്ഛ. അടുത്തത് അവർ ആഹാരം കഴിക്കട്ടെ, ജലവും കുടിക്കട്ടെ. അവർ ആഹാരം കഴിക്കട്ടെ. അവർ എന്നുള്ളതിന് തേ, തേ. ആഹാരം എന്നുള്ളത് ആഹാരം കഴിക്കട്ടെ. ആഹാരം അവിടെ ബഹുവചനം, അവരാകുമ്പോൾ അവതും ബഹുവചനമായിട്ട് വരണം. അന്നമാണ് ആഹാരം, ബഹുവചനം അന്നാനി, അന്നാനി. ഇനി കഴിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഭക്ഷ്യധാതുവാണ്. അപ്പോൾ അവർ കഴിക്കട്ടെ, അപ്പോൾ അവർ ഒരു സമ്മതം കൊടുക്കണം, അങ്ങനെ അവർ കഴിച്ചോട്ടെ എന്നുള്ളത്. അപ്പം ഭക്ഷ്യധാതുവിൻ്റെ ലോട്ട് ഭക്ഷയതു, ഭക്ഷയതാം, ഭക്ഷയന്തു ബഹുവചനം. തേ അന്നാനി ഭക്ഷയന്തു, ഭക്ഷയന്തു. ഇനി അടുത്ത് നോക്കിക്കോളൂ. ജലവും കുടിക്കട്ടെ എന്നാണ്. ജലവും എന്ന് പറയുമ്പോൾ ജലം ച, ജലം ച. കുടിക്കട്ടെ, കുടിക്കുക എന്നുള്ളത് പിബ് ധാതുവാണ്. പിബ്. അപ്പോൾ അതിൻ്റെ ലോട്ട് പിബതു, പിബതാം, പിബന്തു, പിബന്തു, പിബന്തു. അപ്പം അന്നാത്തെ അന്നാനി ഭക്ഷയന്തു, ജലം ച പിബന്തു. അടുത്ത അവർ ഗൃഹത്തിലേക്ക് പോകുന്നെങ്കിൽ പൊയ്ക്കൊട്ടെ എന്നാണ്. അവർ ഗൃഹത്തിലേക്ക് പോകുന്നെങ്കിൽ പൊയ്ക്കൊട്ടെ. അപ്പം അവർ എന്നുള്ളതിൽ നേരത്തെ വന്നുത്തേ അല്ല, പോകുന്നെങ്കിൽ. അപ്പം അവിടെ യതി എന്നുള്ളൊരു വാക്ക് വരണം, ഒരു അവ്യയം വരണം. യതി എന്നുള്ളൊരു അവ്യയം വരണം. യതി തേ എന്ന് വരണം. യതി പോകുന്നെങ്കിൽ എന്നല്ലേ. അപ്പം യതി തേ. ഗൃഹത്തിലേക്ക് എന്നുള്ളത് എന്ത് ചെയ്യണം? ഗൃഹം ഗച്ഛന്തി, ഗൃഹം ഗച്ഛന്തി, ഗൃഹം ഗച്ഛന്തി. യതി തേ ഗൃഹം ഗച്ഛന്തി. എന്ത് ചെയ്യണം? പൊയ്ക്കൊട്ടെ, അവർ പൊയ്ക്കൊട്ടെ. അപ്പം ഗച്ഛതു, ഗച്ഛതാം, ഗച്ഛന്തു, ഗച്ഛന്തു, ഗച്ഛന്തു. ഇങ്ങനെയാണ് ലോട്ടില്ല. അപ്പം യതി തേ ഗൃഹം ഗച്ഛന്തി, ഗച്ഛതു.
ഇപ്പോൾ ലോട്ട് ഇനി അടുത്ത ദിവസം കുറേ കൂടെ ഞാൻ ഉദാഹരണം തരാം. അപ്പോൾ ഇപ്പോൾ ക്ലാസ് പൂർണ്ണമാകാൻ പോവുകയാണ്. അതിനു മുമ്പ് നമ്മൾ ഈ വർഷം അവസാനിക്കുകയാണ്, 2025 അവസാനിക്കുകയാണ്. നാളെ എന്താണ് അടുത്ത 2026 വരുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു വർഷം എല്ലാവർക്കും ഞാൻ ആശംസിക്കുകയാണ്. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കാൻ ജഗദീശനെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.